ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ വായടപ്പിക്കാൻ പുതിയ നീക്കവുമായി BJP. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിസാമാബാദിൽ പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ തലവൻ അസദുദ്ദീൻ ഒവൈസിക്ക് നേരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJPയുടെ MP D. അരവിന്ദ് കുമാർ. അസദുദ്ദീൻ ഒവൈസിയെ ക്രെയിനിൽ തലകീഴായി കെട്ടിത്തൂക്കി അദ്ദേഹത്തിന്റെ താടി വടിച്ച് തെലങ്കാന മുഖ്യമന്ത്രിയായ K. ചന്ദ്രശേഖർ റാവുവിന് അയച്ചു കൊടുക്കുമെന്നാണ് MPയുടെ ഭീഷണി. എന്നാൽ ഈ വിഷയത്തിൽ ഒവൈസി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നിസാമാബാദിൽ നടന്ന പൊതുയോഗത്തിനിടയിലായിരുന്നു സ്ഥലം MP ആയ അരവിന്ദ് കുമാറിന്റെ ഭീഷണി കലർന്ന വിദ്വേഷ പരാമർശം. ഒവൈസി പറയുന്നത് RSSനെയും BJPയെയും അദ്ദേഹം കീറിക്കളയുമെന്നാണ്. 9 വർഷം മുൻപ് നിങ്ങളുടെ സഹോദരനെ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടയാൾ കുത്തിയും വെടിവെച്ചും പരിക്കേൽപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ സഹോദരൻ ഇപ്പോഴും ചികിത്സയിലാണ്. അങ്ങനെയുള്ള നിങ്ങളാണോ BJPയെ കീറിക്കളയുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നിസാമാബാദിൽ ഒവൈസി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ പ്രതിഷേധത്തിനെതിരെയും അരവിന്ദ് കുമാർ രംഗത്തെത്തി. അവർ നിസാമാബാദിലെ ഈദ്ഗാഹ് മൈതാനത്ത് യോഗം ചേർന്നു. അതേ മൈതാനത്ത് ഞാനൊരു ക്രെയിൻ കൊണ്ടുവരും, നിന്നെ തലകീഴായി കെട്ടിത്തൂക്കി നിന്റെ താടിരോമങ്ങൾ എടുത്തു കളയും, അത് ഞാൻ പുറത്തേക്ക് കളയില്ല, KCRന് അയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത KCRന് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും അരവിന്ദ് കുമാർ പറഞ്ഞു. ഒരാഴ്ച മുൻപാണ് അസദുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് മൈതാനത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.